അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് ഹിഡൻ ഹങ്കറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ന്യൂട്രിയൻ മാനേജ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കേൾക്കുന്ന വാക്കാണ് ഹിഡൻ ഹങ്കർ. അപ്പോൾ ആ ഒരു വാക്ക് പോലെ തന്നെ വളരെ ഒളിഞ്ഞിരിക്കുന്ന വിശപ്പാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് വിശപ്പുണ്ട്, അതായത് ന്യൂട്രിയൻസ് അതിന് ആവശ്യമായിട്ടുള്ള അളവിലില്ല, പക്ഷേ അതേ സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമുക്ക് നല്ല വിശപ്പ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ കരയുമല്ലേ. അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് കരയുന്നില്ല, അതായത് ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യത്തിനുള്ള ഇല്ലെങ്കിലും അവരത് അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ഒരു ഡെഫിഷ്യൻസി സിംറ്റമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത സിറ്റുവേഷനാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ഈൽഡും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ വരെ അവർക്കിപ്പം ന്യൂട്രിയൻസിൻ്റെ അളവ് കുറവാണെങ്കിൽ അവർ ഡെഫിഷ്യൻസി സിംറ്റംസ് എക്സ്പ്രസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് ശേഷം അവർ ന്യൂട്രിയൻസ് കുറവാണ്, അതായത് ആവശ്യമുള്ള റേഞ്ചിൽ അവർക്ക് ന്യൂട്രിയൻസ് ഇല്ല, പക്ഷേ അവർ ഡെഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യില്ല. ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിഡൻ ഹങ്കറിൽ നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ച് ഈൽഡ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡെഫിഷ്യൻസി സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ ഈൽഡ് കൂടുന്നുണ്ട്. അതാണ് നമ്മൾ ആ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റും പ്ലാന്റ് വാസ് എക്സ്പീരിയൻസിങ് ഹിഡൻ ഹങ്കർ. സോ അത് കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഇവർ മാക്സിമം ഈൽഡിലെത്തും, ഫിസിയോളജിക്കൽ ഒപ്റ്റിമം ഈൽഡിലേക്ക് അവരെത്തും. അതിനുശേഷം പിന്നെ അവർ നമ്മൾ ന്യൂട്രിയൻസ് കൂടുതൽ കൊടുത്താലും അതിനനുസരിച്ച് എഫക്റ്റ് കാണിക്കില്ല. സോ ഹിഡൻ ഹങ്കർ എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സോണിൽ ഡെഫിഷ്യൻസി സിംറ്റംസ് ഇല്ല, പക്ഷേ നമ്മൾ ആ പ്ലാന്റ് അവിടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഹിഡൻ ഹങ്കർ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ലക്ഷറി കൺസംപ്ഷൻ? ഇവർ തമ്മിൽ എന്താ ബന്ധം, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ലക്ഷറി കൺസംപ്ഷൻ എന്നുള്ള ടേമും നമ്മൾ ഈ പ്ലാന്റ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേൾക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണെങ്കിൽ ലക്ഷറി കൺസംപ്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻ സഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻ കോൺസെൻട്രേഷനും പ്ലാന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ ഈൽഡുമായിട്ട് കമ്പയർ ചെയ്തൊരു ഗ്രാഫ് വരുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ന്യൂട്രിയൻസ് കൂട്ടുന്നതിനനുസരിച്ച് അവിടെ പ്ലാന്റ് ഗ്രോത്ത് കൂടുക അല്ലെങ്കിൽ ഈൽഡ് കൂടുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ചിലപ്പോൾ ഡെഫിഷ്യൻസി ഉള്ള സ്ഥലത്ത് അവർ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും. അതാണ് ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാന്റ് കാണിക്കുന്നതാണ് ഹിഡൻ ഹങ്കർ. സോ അടുത്ത സ്റ്റേജിൽ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻ ഷോർട്ടേജ് ഉണ്ട്, പക്ഷേ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഹിഡൻ ഹങ്കർ. അത് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ റേഞ്ചിലേക്ക് എത്തും. സോ ഈ ക്രിട്ടിക്കൽ റേഞ്ചിലേക്ക് എത്തുമ്പോൾ ക്രിട്ടിക്കൽ റേഞ്ചിൽ നമ്മൾ കൂടുതൽ ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈൽഡ് കൂടും, നല്ല രീതിയിൽ ഈൽഡിന് ഇൻക്രീസ് ഉണ്ടാകും. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ. സോ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം പിന്നെ അവരുള്ളത് സഫിഷ്യൻസി റേഞ്ചിലാണ്. അതായത് ഇവിടെ നമ്മൾ അധികം ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാലും സ്പെഷ്യലി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവരുടെ ടോപ്പ് മാക്സിമം ഈൽഡിലാണ് അവർ നിൽക്കുന്നത്, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ചില ന്യൂട്രിയൻസിൻ്റെ കേസിൽ, എസ്പെഷ്യലി പൊട്ടാസ്യത്തിൻ്റെ കേസിലൊക്കെ ഇവർ ആ ഒരു ന്യൂട്രിയൻ സഫിഷ്യൻസി കഴിഞ്ഞിട്ട് വീണ്ടും അവർ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും ന്യൂട്രിയൻസ്. അതായത് അവർ ന്യൂട്രിയൻസ് കൂടുതലാണ് എന്നുള്ളതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൂടിയത് കാരണം ഈൽഡ് കൂടുതലോ അങ്ങനെയൊന്നും വരുന്നില്ല, പക്ഷേ ന്യൂട്രിയൻസ് അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവർ ലക്ഷറി ലൈഫിലേക്ക് പോവുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലക്ഷറി കൺസംഷൻ എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിൽ കൂടുതൽ അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യത്തിലൊക്കെയാണ് യൂഷ്വലി കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിന്നെ കാണുന്നത് ടോക്സിസിറ്റി സിംറ്റംസ് ആണ്. സോ പ്ലാന്റ് ടോക്സിസിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ ടോക്സിസിറ്റി വരുന്ന സമയത്ത് അവിടെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് വീണ്ടും കുറയുക ചെയ്യുന്നത്. അവസാനം ഒരു ലീതൽ ഡോസിലേക്ക് എത്തുമ്പോൾ പ്ലാന്റ്സിന് ഗ്രോത്തിനെ എഫക്ട് ചെയ്ത് പ്ലാന്റ്സിൻ്റെ ഡെത്ത് വരെ എത്തും. സോ ഇതാണ് നമ്മുടെ പ്ലാന്റ് ന്യൂട്രീഷനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത്. സോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ന്യൂട്രീഷൻ കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവ് ന്യൂട്രീഷൻ കൊടുക്കുന്നതുകൊണ്ടോ പ്ലാന്റ്സിന് ഒരു യൂസും വരുന്നില്ല. സോ എപ്പോഴും നമ്മൾ സോയിൽ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ട് വേണം നമ്മൾ ന്യൂട്രിയൻസ് ക്രോപ്പിന് സപ്ലൈ ചെയ്യാൻ. താങ്ക് യു.